ഹലോ എവ്രി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂവേഷനാണ്. മോഷനെ സ്ട്രേറ്റ് ലൈനും മോഷനെ പ്ലെയിനും നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. സോ ഈ ചാപ്റ്ററിനകത്ത് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്ടൺസ് ലോസ് നമ്മൾ ആദ്യത്തെ ലോ പറഞ്ഞു, അതായത് ലോ ഓഫ് ഇനേർഷ്യ. ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ തന്നായിരുന്നു, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങൾക്ക് ഔട്ടർ സ്പേസിൽ രണ്ട് ഡിഫറെൻറ്റ് മാസസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഉത്തരം നമ്മളിന്ന് പറയാൻ പോവാണ്. സോ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സ്പ്രിങ് എടുക്കുക. ഓക്കെ, ഒരു സ്പ്രിങ് എടുക്കുക. അപ്പോൾ നമ്മുടെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മാസ് എങ്ങനെ മെഷർ ചെയ്യാം ഒരു പർട്ടിക്കുലർ വസ്തുവിൻ്റെ മാസ് വിത്തൗട്ട് ഗ്രാവിറ്റി. ഓക്കെ, ഗ്രാവിറ്റി ഇല്ലാണ്ട്, ഇപ്പോൾ ഗ്രാവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സുഖമാണ്. ഗ്രാവിറ്റീനെ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് ആക്ച്വലി ആഫ്റ്റർ ഡിഫൈനിങ് ഫോഴ്സാണ്. അപ്പോൾ ഗ്രാവിറ്റി എന്താണെന്നോ ഏതാണെന്നോ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ടില്ല. എന്താണ് വെയിറ്റ്, എന്താണ് ഗ്രാവിറ്റി, അതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. ആദ്യം ഇത് ഡിഫൈൻ ചെയ്തതിന് ശേഷമാണ്, അതായത് നമ്മളിപ്പോൾ F=ma എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ഡിഫൈൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്രാവിറ്റി എന്താണെന്ന് പഠിച്ചിട്ടുള്ളൂ ആക്ച്വലി. ഓക്കെ, അപ്പോൾ അതുവരെ ഈ ഒരു പർട്ടിക്കുലർ കേസിനകത്ത് മാസ് എന്താണ്, എങ്ങനെ മാസിനെ നമുക്ക് മെഷർ ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചങ്ക് ഓഫ് മെറ്റീരിയൽ എടുത്തു, അതായത് ഒരു പർട്ടിക്കുലർ ചങ്ക് ഓഫ് മെറ്റീരിയൽ എടുത്തു. അതിനെ നമ്മൾ 1 കിലോഗ്രാം എന്ന് വിളിച്ചു. ഈ 1 കിലോഗ്രാമിന് പ്രത്യേകിച്ചൊരു പ്രത്യേകതയൊന്നുമില്ല. അതായത് ഈ നമ്മളിപ്പോൾ യൂണിറ്റ് എടുത്ത സമയത്ത് തന്നെ ഇപ്പോൾ ചില യൂണിറ്റ്സ് മാത്രമേ ഒരു നേച്ചറുമായിട്ടൊരു ലിങ്ക്ഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഉള്ളൂ. ചില യൂണിറ്റ്സ് ഇപ്പോൾ 1 കിലോഗ്രാം എന്ന് പറയുന്ന മാസ്, അല്ലെങ്കിൽ 1 മീറ്റർ എന്ന് പറഞ്ഞ ലെങ്ത്, ഇതിനൊന്നും ആക്ച്വലി എന്താ പറയുക, ഒരു പർട്ടിക്കുലർ ഒരു കൺസ്ട്രെയിനിലും നമ്മൾ എത്ര ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുള്ള രീതിയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ചങ്ക് ഓഫ് മെറ്റീരിയൽ എടുത്തിട്ട് അതിനെ 1 കിലോഗ്രാം എന്ന് വിളിച്ചു. ഓക്കെ, എന്നിട്ട് ഈ 1 കിലോഗ്രാം ഞാനിവിടെ വെച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇതിപ്പോൾ ഈ സ്പ്രിങ് ഇപ്പോൾ അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ട്രെച്ച്ഡോ കംപ്രസ്ഡോ ഒന്നും ആയിട്ടില്ല. അതായത് ഈ സ്പ്രിങ്ങിനെ നമ്മൾ കംപ്രസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എലോങ്ങേറ്റ് ചെയ്തിട്ടോ ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഇങ്ങോട്ടത്തേക്ക് വലിച്ചു. ഓക്കെ, ടു സം ലെങ്ത് എക്സ് എന്ന് പറഞ്ഞ ഒരു ലെങ്ത്തിലേക്ക് വലിച്ചു. സോ അത് വലിക്കുന്ന സമയത്ത് ഇപ്പോൾ ലെറ്റ്സ് സ്ട്രിങ് എന്താവും പറ്റും, ഇത് സ്ട്രെച്ച്ഡ് ആയിട്ട് ഇതായിരിക്കും നമ്മൾ ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷൻ. അവിടുന്ന് എക്സ് ഡിസ്റ്റൻസ് വലിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും, ഒരു ഫോഴ്സ് ഇങ്ങോട്ടത്തേക്ക് ജനറേറ്റ് ചെയ്യും. അത് ഓപ്പോസിറ്റ് റീസ്റ്റോറിങ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ എന്നിട്ട് നമ്മളിനി മെഷർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാസ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം എന്ന് പറഞ്ഞു. ഇനി നമ്മളത് വിടുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇത് ആക്സിലറേറ്റ് ചെയ്യും. അതായത് ഇതിൻ്റെ സ്പീഡ് കൂടിയിട്ട് അതേ ഡയറക്ഷനിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ ആക്സിലറേഷൻ മെഷർ ചെയ്യും. ആക്സിലറേഷൻ ഓഫ് 1 കിലോഗ്രാം മെഷർ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഈ ഡിസ്റ്റൻസിലേക്കല്ല ഇത് പുഷ് ചെയ്തത്, അതായത് ഇത് പുള്ളി ചെയ്ത് മാറ്റിയത്. അങ്ങനെ നമ്മൾ ഈ ഡിസ്റ്റൻസിൽ തന്നെ കുറേ തവണ ഈ എക്സ്പെരിമെൻ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതായത് 1 കിലോ എടുക്കുക, മേ ബി ഒരു 5 സെൻറ്റിമീറ്ററിലേക്ക് ഇത് പുള്ളി ചെയ്യുക, എന്നിട്ട് വിടുക. എന്നിട്ട് പിന്നെയും 1 കിലോ എടുക്കുക, 5 സെൻറ്റിമീറ്ററിലേക്ക് പുള്ളി ചെയ്യുക, വിടുക. അങ്ങനെ ഒരു 10 എത്ര ചെയ്യാൻ പറ്റും അത്രയും തവണ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കുക ആക്സിലറേഷൻ ഏതാണ്ട് ഓൾമോസ്റ്റ് ഒരു ക്ലോസർ ആയിട്ടുള്ള വാല്യൂവിൽ വരുന്നുണ്ടോ നോക്കുക. എന്നിട്ട് അത് കണ്ടുപിടിച്ചിട്ട് അതിവിടെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വസ്തു, ആ വസ്തുവിൻ്റെ മാസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്പ്രിങ് എടുക്കുക. അതിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ m കിലോഗ്രാംസ് ആണ്. ഇതേപോലെ തന്നെ എക്സ് ഡിസ്റ്റൻസ് പുള്ളി ചെയ്യുന്ന സമയത്ത് എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സിലറേഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ. അത് പുള്ളി ചെയ്തിട്ട് വിടുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെ ആക്സിലറേഷൻ, അത് a എന്നെഴുതുക. ആക്സിലറേഷൻ എന്ന് പറയുന്നത് a ഓഫ് മാസ് m എന്ന് പറയുന്നത് ആണ് ആക്സിലറേഷൻ. മാസ് എന്ന് പറയുന്നത് m ആണ്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു സെറ്റ് ഓഫ് കേസ് ഉണ്ട്, ഇവിടെ ഒരു സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ട്. അതായത് ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന ഒരു ചങ്ക് ഓഫ് മെറ്റീരിയൽ എടുത്തിട്ട് 1 കിലോഗ്രാം എന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ. അതിൻ്റെ കറസ്പോണ്ടിങ് ആക്സിലറേഷൻ നമ്മൾ എഴുതി വെച്ചു. ഇവിടെ ഇതേപോലെ തന്നെ ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് m ആണ്. അത് എത്രയാണ് നമുക്ക് അറിയില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എത്ര ഇത് പുള്ളി ചെയ്തു ബൈ എ ഡിസ്റ്റൻസ് എക്സ്. ഇവിടെ ഞാൻ എത്ര പുള്ളി ചെയ്തു, അത് ഈ ഒരു കേസിനകത്ത് ഞാൻ എത്ര പുള്ളി ചെയ്തു ബൈ എ ഡിസ്റ്റൻസ് എക്സ്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പ്രിങ് ഒരേ ഡിസ്റ്റൻസിലാണ് പുള്ളി ചെയ്തേക്കുന്നത്. അപ്പോൾ സ്പ്രിങ്ങിന് അറിയത്തില്ല നിങ്ങളിവിടെ 1 കിലോഗ്രാം വെക്കുന്നുണ്ടോ m കിലോഗ്രാം വെക്കുന്നുണ്ടോ, അതിനറിയത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, സ്പ്രിങ് ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സിലാണ് ഇങ്ങോട്ടത്തേക്ക് പുള്ളി ചെയ്തേക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. അതായത് ഞാൻ ഒരേ ഡിസ്റ്റൻസിലാണ് ഒരേ സ്പ്രിങ് പുള്ളി ചെയ്തേക്കുന്നത്. അപ്പോൾ അത് തിരിച്ച് വലിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. മനസ്സിലായില്ലേ?
കാരണം അത് ഒരേ ഡിസ്റ്റൻസിലായതുകൊണ്ട് തന്നെ അത് ഈക്വലായി പോവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേസിനകത്ത് അതായത് ഫോഴ്സ് ഓൺ 1 കിലോഗ്രാം ഇവിടെ റീസ്റ്റോറിങ് ഫോഴ്സ് ഇങ്ങോട്ടത്തേക്കായിരിക്കും, ഇവിടെ ഫോഴ്സ് ഓൺ m കിലോഗ്രാം അതും ഓപ്പോസിറ്റ് ആയിരിക്കും. ആൻഡ് ഫോഴ്സ് ഓൺ m കിലോഗ്രാം ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഓൺ 1 കിലോഗ്രാം എന്ന് എനിക്ക് എഴുതാൻ പറ്റും, കാരണം ഒരേ ഡിസ്റ്റൻസിൽ പുൾ ചെയ്തുകൊണ്ട്. സോ ഫോഴ്സ് ഓൺ m കിലോഗ്രാം, ഫോഴ്സ് ഓൺ m കിലോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ F ഈക്വൽ ടു ma എന്ന് പറഞ്ഞ ഇക്വേഷനകത്തുനിന്ന് m ഇൻറ്റു ഇത് m ആക്സലറേഷൻ ഇൻ ദ ഫോർ ദ m കിലോഗ്രാം പാർട്ട്, ഈ am എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് മാസ് എന്ന് പറയുന്നത് ഈ കേസിനകത്ത് 1 കിലോഗ്രാം ആണ്, ആക്സലറേഷൻ ഓഫ് 1 കിലോഗ്രാം എന്ന് പറയും. അപ്പോൾ മാസ് എന്തെന്ന് നമുക്ക് എഴുതാൻ പറ്റുക, ആക്സലറേഷൻ ഓഫ് 1 കിലോഗ്രാം ബൈ ആക്സലറേഷൻ ഓഫ് m കിലോഗ്രാം എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ലെറ്റ്സ് സേ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന മെറ്റീരിയൽ, ഇപ്പോൾ ഈ എടുത്തേക്കുന്ന മാസ് എന്ന് പറയുന്നത് അത് ഞാൻ വലിച്ചു വിട്ട സമയത്ത് എനിക്ക് ആദ്യം കിട്ടിയ ആക്സലറേഷൻ്റെ 1/10 ആണ് കിട്ടിയത്. അതായത് ഇപ്പോൾ എ ആണ് ആക്സലറേഷൻ എനിക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് കിട്ടിയത് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ 1/10 ആണ് ആക്സലറേഷൻ കിട്ടിയത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ ആണ്, a/10 ആണ് എനിക്കിതിൻ്റെ ആക്സലറേഷൻ കിട്ടിയത്. അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ 10 കിലോഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ്, ഇതിൻ്റെ മാസ്, സോറി വെയിറ്റും മാസും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് 10 കിലോഗ്രാം ആണ്. അതായത് മാസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എത്ര ഹെസിറ്റേറ്റ് ചെയ്യുന്നു ആക്സലറേഷന്, എത്ര ഈസിയർ ആണോ അല്ലെങ്കിൽ എത്ര ഹെസിറ്റൻ്റ് ആണോ അത് കമ്പയർഡ് ടു 1 കിലോഗ്രാം. അതായത് 1 കിലോഗ്രാം ആക്സലറേറ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഓഫ് ഫോഴ്സിന് ആക്സലറേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ആക്സലറേഷൻ്റെ എത്ര റേഷ്യോയിലാണ് നമ്മുടെ മാസ് ആക്സലറേറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. ഹെസിറ്റേഷൻ ടുവാർഡ്സ് ആക്സലറേഷൻ ആണ് മാസ്. അതായത് മാസ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹെസിറ്റേഷൻ ടു ചേഞ്ച് കൂടും. അതാണ് ഐഡിയ. അതായത് ഇതിന് ഹെസിറ്റേഷൻ ടു ചേഞ്ച് എന്ന് പറയുന്നതാണ് നമ്മൾ ഇനേർഷ്യ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനേർഷ്യ എന്ന് വിളിക്കുന്നത്. ഹെസിറ്റേഷൻ ടു ചേഞ്ച് എന്നാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഐഡിയ. സോ മാസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെസിറ്റേഷൻ ടുവാർഡ്സ് ചേഞ്ച്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു സൈക്കിൾ നിങ്ങളുടെ നേർക്ക് ഉരുണ്ട് വരിക എന്ന് വെച്ചോ, അപ്പോൾ നിങ്ങൾക്ക് അതിനെ പെട്ടെന്ന് നിർത്താൻ പറ്റും. അതായത് അത് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷനാണ്, അതുകൊണ്ട് തന്നെ പിടിച്ച് നിർത്താൻ സുഖമായിരിക്കും. അതേ സമയത്ത് ഒരു കാറാണ് ഉരുണ്ട് വരുന്നതെന്നുണ്ടെങ്കിലോ ആ കേസിനകത്ത് മാസ് ഓഫ് കാർ കൂടുതലാണ്. മാസ് ഓഫ് കാർ കൂടുതലുകൊണ്ട് തന്നെ അതിനെ നമുക്ക് പെട്ടെന്ന് അതേ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മെല്ലെ നിൽക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം മാസ് കൂടുതലുള്ള വസ്തുക്കൾക്ക് ഇനേർഷ്യ കൂടുതലായിരിക്കും. ഇനേർഷ്യ കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കൂടുതൽ, അതായത് കുറവായിരിക്കും. അത് ചേഞ്ച് ചെയ്യത്തില്ല പെട്ടെന്ന് അത് ആക്ച്വലി. അതായത് മാസ് കൂടുതലുള്ളതിന് ചേഞ്ച് ചെയ്യുന്ന, അതായത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണെങ്കിലും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കാർ പുഷ് ചെയ്യുകയാണ്, അതേ സമയത്ത് ഒരു ലോറി പുഷ് ചെയ്യാൻ നോക്കിയാലോ, അതായത് അത് ആ രണ്ട് കേസിനകത്തും ലോറി പുഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ എഫേർട്ട് ഉണ്ട്. അതായത് അതിന് മാസ് കൂടുതലുണ്ടായതുകൊണ്ട് തന്നെ അതിന് റെസ്റ്റിൽ നിൽക്കാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. അത് ബിക്കോസ് അത് ഇനീഷ്യലി റെസ്റ്റിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പുഷ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ലോറി പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾ എഫേർട്ട് ഇടേണ്ടി വരും കമ്പയർഡ് ടു എ കാർ. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഹാസ് മോർ മാസ്. അപ്പോൾ നമുക്ക് പറയാം ലോറിക്ക് കൂടുതൽ ഇനേർഷ്യയുണ്ട്. ലോറി മാറത്തില്ല, മടിയനാണ് ആക്ച്വലി. നമ്മളിപ്പോൾ അയാൾ മൂവ് ചെയ്യുകയാണെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, അയാൾ നിൽക്കുകയാണെങ്കിൽ നിന്നുകൊണ്ടിരിക്കും. അയാൾക്ക് പിന്നെ അത് നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല എഫോർട്ട് കൊടുക്കേണ്ടി വരും മാസുള്ള വസ്തുക്കൾക്ക്. ഓക്കെ, ഇതാണ് മാസ് എന്ന് പറയുന്ന ഐഡിയ. സോ ഇങ്ങനെയാണ് നമ്മൾ F=ma എന്ന ഇക്വേഷനകത്ത് മാസ് എന്താണെന്ന് മനസ്സിലാക്കിയത്. മാസ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഓഫ് 1 കിലോഗ്രാം വിത്ത് റെസ്പെക്ട് ടു ദ ആക്സിലറേഷൻ ഓഫ് m കിലോഗ്രാം. ഏത് വസ്തുവാണോ അതിൻ്റെ ആ റേഷ്യോ ആണ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് മാസ് എന്ന് പറയുന്നത് ഗ്രാവിറ്റി ലിങ്ക്ഡ് അല്ല. അതാണ് മെയിൻ ഐഡിയ. ഓക്കെ, ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിനെ ബേസ് ചെയ്തിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണ്, ഇപ്പോൾ ലെറ്റ്സ് സേ ഓക്കെ, ഇനി ഒരു കേസ്. ഇപ്പോൾ നിങ്ങൾ ഒരു ഹൈറ്റിലേക്ക് ഒരു ബിൽഡിംഗ് ആണെന്ന് വെച്ചോ. ഓക്കെ, ഇവിടുന്ന് നിങ്ങളിപ്പോൾ ഒരു തൂവലെടുത്തു, അതിനെ താഴത്തേക്ക് ഇട്ടു, ഒരു കല്ലെടുത്തു താഴത്തേക്ക് ഇട്ടു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ സംഭവിക്കുക എന്നുള്ളത്. ഈ തൂവൽ മെല്ലെ എത്തത്തുള്ളൂ. ഫസ്റ്റ് നമ്മൾ വന്ന് വീഴുന്ന എന്തായിരിക്കും, നമ്മുടെ ഈ ഒരു ബോൾ തന്നെ ആയിരിക്കും താഴത്തേക്ക് വന്ന് വീഴുക. ഓക്കെ, സോ
ഈ ഒരു കേസിനകത്ത് നമ്മളിപ്പോൾ ഇവിടെ ആ ഒരു സംഭവം നമ്മളിപ്പോൾ നടത്താൻ പോകുന്നത് കംപ്ലീറ്റ്ലി വാക്വത്തിലാണെന്ന് വെച്ചു. അതായത് എയർ ഒന്നുമില്ല, ഒരു എയറും ഇല്ല, ഒന്നുമില്ല. അതിങ്ങനെ അതായത് കംപ്ലീറ്റ്ലി ഒരു ഇൻഫ്ലുവൻസും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൂവലും അതുപോലെ തന്നെ ഈ കല്ലും ഒരേപോലെ തന്നെ അത് ഒരേ ഇൻസ്റ്റൻസിൽ താഴത്തേക്ക് വീഴും. ഓക്കെ, അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞങ്ങൾക്ക് കാണിക്കാം അറ്റ് ദ എൻഡ്. സോ എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കംപ്ലീറ്റ്ലി വാക്വം, ഇതിൻ്റെ അകത്ത് എയർ ഒന്നുമില്ല, ഇതിൻ്റെ അകത്ത് ഒരു എയറും ഇല്ല, ഇത് കംപ്ലീറ്റ്ലി വാക്വത്തിലാണ് നമ്മളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഈ ഒരു കേസിനകത്ത് വാക്വത്തിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒരേ ലെവലിൽ താഴത്തേക്ക് വീഴും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ മുകളിലൊരു ഫോഴ്സ് ആക്ട് നമുക്കറിയാം, F = ma എന്നറിയാം. സോ F/m എന്ന് പറയുന്നതാണ് ആക്സലറേഷൻ. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മാസ് എടുത്താലും നിങ്ങളൊരു ഹൈറ്റിൽ നിന്ന് താഴത്തേക്ക് ഇടുന്ന സമയത്ത് അത് ആക്സലറേറ്റ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. ആ കോൺസ്റ്റൻ്റ് വാല്യൂ ആണ് 9.8 m/s². അത് മെഷർ ചെയ്താൽ നിങ്ങൾക്ക് ഈ വാല്യൂ കിട്ടുക. ഇത് വേരി ചെയ്യും അറ്റ് ദ സീ ലെവൽ. ഇതെല്ലാം അതായത് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൻ്റെ അർത്ഥം നിങ്ങൾ ആലോചിച്ച് നോക്കി, അത് വളരെ നിങ്ങൾക്ക് ഒരു വിയേർഡ് ആയിട്ടുള്ളൊരു കേസല്ലേ എന്ന് ആലോചിച്ച് നോക്കി, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസാണ്. അതായത് ഒരു കല്ലും ഒരു ഫെദറും എടുത്തിട്ട് എയർ ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ രണ്ടും ഒരേ ഇൻസ്റ്റൻസിൽ താഴത്തേക്ക് എത്തും. അപ്പോൾ ഇതിൻ്റെ കേസിനകത്ത് നമുക്ക് എഴുതാൻ പറ്റും F/m = നമ്മൾ ഇതിനെ G എന്നാണ് വിളിക്കുന്നത്. ജീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9.8 m/s² ആണ് ഇൻ ദ സീ ലെവൽ. ഓക്കെ, സോ നമുക്ക് എഴുതാൻ പറ്റും ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഗ്രാവിറ്റി എന്ന് പറയുന്നത് mg ആണ്. ഇത് അറ്റ് ദ സർഫസ് ഓഫ് എർത്ത് ഓർ അറ്റ് ദ സീ ലെവൽ എന്ന് നമുക്ക് പറ്റും, സീ ലെവൽ. ഓക്കെ, സോ F = mg. ഇതിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ വെയിറ്റ് എന്ന് പറയുന്നത് ഗ്രാവിറ്റി എത്ര ഫോഴ്സ്ഫുള്ളി നമ്മളെ താഴത്തേക്ക് വലിക്കുന്നു, അതാണ് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ F = mg. സോ ഇതാണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ നമ്മൾ F = ma എന്ന് പറയുന്ന ഇതിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത ഫസ്റ്റ് ഫോഴ്സ് ആണ് F = mg എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ ഫോഴ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇത് റെഡ്യൂസ് ചെയ്തു, നിങ്ങൾ മനസ്സിൽ വെക്കുക F = mg. സോ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിനകത്ത് ഗ്രാവിറ്റി എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? F = 1 × 9.8, അതായത് 9.8 ന്യൂട്ടൺസ് ആണ്. ഓക്കെ, അപ്പോൾ 2 കിലോഗ്രാം ആകുമ്പോൾ 2 × 9.8, അതെന്ന് പറഞ്ഞാൽ 19.16 ന്യൂട്ടൺസ് കിട്ടും. ഓക്കെ, സോ ഇതാണ് ഗ്രാവിറ്റി എക്സേർട്ട് ചെയ്യുന്ന, ഇതാണ് നമ്മൾ പറയുന്ന വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ചന്ദ്രനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. ചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ 1/6 ഓഫ് ദ ഈ പർട്ടിക്കുലർ അതായത് വെയിറ്റ് ആയിരിക്കും ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ. അതായത് ഒരു 60 കിലോഗ്രാം ഉള്ളൊരു വ്യക്തി അയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, അയാളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 60 × 9.8 ആണ്. ഓക്കെ, അയാളൊരു വെയിങ് മെഷീനിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് 60 കിലോഗ്രാം എന്നാണ് കാണിക്കുക. പക്ഷേ ഇതേ വ്യക്തി ചന്ദ്രനിൽ പോയിട്ട് ഇയാൾ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 1/6 ഓഫ് ദ വെയിറ്റേ അയാൾക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അയാളിപ്പം ഒരു വെയിങ് മെഷീനിൽ ചന്ദ്രനിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അയാൾ 10 കിലോഗ്രാമേ കാണിക്കത്തുള്ളൂ, അയാൾക്ക് അത്രേ വെയിറ്റേ കാണിക്കത്തുള്ളൂ. ഓക്കെ, സോ അതാണ് ഐഡിയ. ഇതാണ് F = mg എന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പ്രിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. സോ സ്പ്രിംഗ് ഫോഴ്സിനകത്ത് ഇപ്പോൾ നിങ്ങൾക്കിപ്പം മനസ്സിലായി കാണും. അപ്പോൾ ഇതാണ് സ്പ്രിങ്, ഇതാണ് എൻ്റെ ഒരു മാസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സ്പ്രിങ്ങിൻ്റെ എങ്ങനെയാണ് സ്പ്രിങ് ഇത് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ഇക്വിലിബ്രിയം പോയിന്റ് ആണ് അറ്റ് x = 0 meters. ഓക്കെ, ഇനി നമ്മളൊരു ഡാറ്റ എടുക്കാൻ പോവുക. നമ്മൾ ആദ്യം x = 1 meters ഇതിനെ പുൾ ചെയ്തു, 1 meter ഇതിനെ പുൾ ചെയ്തു. എന്നിട്ട് നമ്മൾ ടേബിൾ ഉണ്ടാക്കി. ഇതാണ് x, ഇതാണ് ഇതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മളത് നോട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇത് ഇക്വിലിബ്രിയം പൊസിഷനിലാണ്, ഞാൻ 1 മീറ്ററിൽ പുൾ ചെയ്തു. ഓക്കെ, ഇത് 1 മീറ്ററിലേക്ക് ഇത്, അപ്പോൾ ഇത് സ്ട്രെച്ച്ഡ് ആവുമല്ലോ, ഇത് സ്ട്രെച്ച്ഡ് ആയി, ഇത് ഇവിടെ ഇപ്പോൾ ഉള്ളത്, ഇത് 1 മീറ്ററിലേക്ക് പുൾ ചെയ്തു. എന്നിട്ട് ഞാൻ വിട്ടു. ആ സമയത്ത് ഞാൻ അതിൻ്റെ ആക്സലറേഷൻ കണ്ടുപിടിച്ചു. പിന്നെ ഇതിൻ്റെ മാസ് എനിക്കറിയാം m ആണ്. സോ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ma ആണ്. അപ്പോൾ 1 മീറ്ററിൽ
ഞാനിതിനെ പുള്ളി ചെയ്ത സമയത്ത് എനിക്കൊരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഫോഴ്സ് കിട്ടി, ലെറ്റ്സ് സേ F1 എന്ന് കിട്ടി. ഓക്കെ, ഫോഴ്സ് എത്രയാണെന്ന് എനിക്ക് അവിടെ കിട്ടി. അത് F = ma എന്ന് പറഞ്ഞ ഇക്വേഷനകത്ത് ഒരു സാധനം നമ്മൾ വലിച്ച് വിടുന്ന സമയത്ത് എത്ര സ്പീഡിലാണത് അപ്പുറത്തേക്ക് പോകുന്നത് എന്നുള്ളത്, അതാണ് ആക്സിലറേഷൻ. അതിൻ്റെ മാസ്, എത്ര മാസ്, 1 കിലോഗ്രാം ആണെങ്കിൽ 1 കിലോഗ്രാം, അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അതിൻ്റെ ഫോഴ്സ് എക്സേർട്ടഡ്. ഇനി 2 മീറ്റേഴ്സിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത് പിന്നെ F2 എന്ന് കിട്ടി. 3 മീറ്റേഴ്സിൽ, 4 മീറ്റേഴ്സിലും 5 മീറ്റേഴ്സിലും എല്ലാത്തിലും നിങ്ങൾ ചെയ്തു F3, F4, F5. ഓക്കെ, ഈ ഫോഴ്സസ് നമ്മളൊരു ഇതിനകത്ത് പ്ലോട്ട് ചെയ്യാന്ന് വെച്ചോ. അതായത് ഇവിടെയാണ് ഇത് നമ്മൾ പുള്ളി ചെയ്തത് X എന്ന് പറയുന്നത്, ഇവിടെയാണ് നമ്മുടെ ഫോഴ്സ്. പിന്നെ ഈ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് നിങ്ങൾ നോക്കി നോക്ക്. ഞാൻ റൈറ്റിലേക്ക് പുള്ളി ചെയ്ത സമയത്ത് ഇത് ലെഫ്റ്റിലേക്കാണ് ഇത് മൂവ് ചെയ്തത്. ഓക്കെ, അത് ഓർക്കുക. ഞാൻ റൈറ്റിലേക്ക് പുള്ളി ചെയ്ത സമയത്ത് ഇതിൻ്റെ ഈ സ്പ്രിങ് എങ്ങോട്ടത്തേക്കാണ്, റീസ്റ്റോറിങ് ഫോഴ്സ് നമ്മൾ പറയുക. ഫോഴ്സ് എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ അതായത് ഞാൻ X എന്ന് പറയുന്നത് കൂടി പോകുന്ന സമയത്ത് F എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും കിട്ടുക. ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഗ്രാഫ് ആയിരിക്കും കിട്ടുക. ഈ ഗ്രാഫിൻ്റെ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ -kx എന്ന് പറയും, ഓർ F പ്രപ്പോർഷണൽ ടു -x എന്ന് നമുക്ക് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ ഒരു സ്പ്രിങ് എടുത്തു, ഇതിനെ ഞാൻ റൈറ്റിലേക്ക് വലിക്കുന്ന സമയത്ത് ഈ സ്പ്രിങ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താ, അത് റീസ്റ്റോറിങ് ഫോഴ്സ് ആണ്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അതായത് ഞാൻ റൈറ്റിലേക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത സമയത്ത് എക്സ് പോസിറ്റീവ് ഡയറക്ഷനിലാവുന്ന സമയത്ത്, ഇത് X ആക്സിസ് ആണ്, പ്ലസ് X ആക്സിസ് ആണ്. റൈറ്റിലേക്ക് ഞാൻ പുള്ളി ചെയ്യുന്ന സമയത്ത് ഫോഴ്സ് എന്തായിരിക്കും, നെഗറ്റീവ് X ആക്സിസിലായിരിക്കും. സോ അങ്ങനെയാണ് F = -kx എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ട് ഫോഴ്സസ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചു. സോ F = ma എന്ന ഒരു ഇക്വേഷനകത്തുനിന്ന് നമ്മൾ ഗ്രാവിറ്റി എന്താണെന്ന് മനസ്സിലാക്കി. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതെന്ന് പറഞ്ഞാൽ F = mg ആണ്. ആൻഡ് സ്പ്രിംഗ് ഫോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി, F = -kx എന്ന് കിട്ടി. ഇത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് F അല്ല. ഇത് ഞാൻ ഒരു സ്പ്രിങ്ങിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത്, ഞാൻ റൈറ്റിലേക്ക് പുള്ളി ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റിലേക്കുള്ള ഒരു ഫോഴ്സ്, അത് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ആ ഫോഴ്സാണ് FR ഓർ F റീസ്റ്റോറിംഗ് എന്നുള്ളത്. അത് ഞാൻ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്തില്ല. F = -kx എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതാൻ പറ്റും. ഇതിന് ആക്ച്വലി കുറേ കാര്യങ്ങൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഞാനിത് സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് നമ്മൾ ഇപ്പോൾ FR = -kx എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ വരുന്നുണ്ട്. സിമ്പിൾ ഹാർമോണിക് മോഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ തന്നെയാണ്. ഓസിലേഷൻസ് എന്നൊക്കെ പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. സോ MA = -kx. ഇതിൽ നമ്മൾ ഇതൊരു പർട്ടിക്കുലർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഓസിലേറ്റ്, X എന്ന് പറയുന്നത് ഓസിലേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസ്. ഓക്കെ, അതൊക്കെ പിന്നെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. സോ ഫാർ ഇത്രയും, അതായത് നമുക്കിപ്പോൾ F = ma എന്ന് പറയുന്ന ഇക്വേഷൻ കൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. ഓക്കെ, F = ma എന്ന് പറഞ്ഞ ഇക്വേഷൻ കൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതെന്തെല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, സോ F = ma കൊണ്ട് നമുക്കൊന്ന് എന്താ ചെയ്തു, M എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞു. എന്താണ് മാസ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞു. രണ്ടെന്ന് പറയുന്നത് അൺനോൺ ഫോഴ്സ് അത് കണ്ടുപിടിക്കാൻ പറ്റി. അതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റി. സോ F = mg, F = -kx. ഈ രണ്ട് ഫോഴ്സസും നമ്മൾ റെഡ്യൂസ് ചെയ്തത് F = ma എന്നാണ്. ഇനി നിങ്ങൾ കുറച്ച് കഴിയുന്ന സമയത്ത് നിങ്ങൾ പഠിക്കും, ഇപ്പോൾ ഇത് സണ്ണാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്ലാനറ്റാന്ന് വെച്ചോ. ഇത് ഒരു പ്ലാനറ്റ് ഇങ്ങനെ അതിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ അറ്റ് എ പോയിന്റ്, ഇപ്പോൾ അറ്റ് ദിസ് ഇൻസ്റ്റൻസ് ഇതിൻ്റെ ഫോഴ്സ് എത്രയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്സിലറേഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആക്സിലറേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പാത്ത്, ഇതിൻ്റെ ട്രജക്ടറി, ഇത് എവിടെ എത്തും, ഏത് സമയത്ത് എത്തും എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ F = ma നകത്തുനിന്ന് നമുക്ക് ആക്ച്വലി ട്രജക്ടറിയും കിട്ടും. ഇത് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഗ്രാവിറ്റേഷനിലൊക്കെ പറയുന്നതായിരിക്കും. എന്താണ് ഇത് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, അത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രജക്ടറി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആ F = ma എന്ന് പറഞ്ഞ ഇക്വേഷനകത്തുനിന്ന് ഈവൻ ഫ്രം വെരി ബേസിക് ടു പ്ലാനറ്ററി ലെവൽ അടക്കം നമുക്ക് കുറേ കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അത്രയും പവർഫുൾ ആണ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോനെ പറ്റിയുള്ളത്. ഇനി ന്യൂട്ടൺസ് തേർഡ് ലോ അതെന്താണെന്ന് നമുക്ക് നോക്കാം.
ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറയുന്നത് വളരെ ഒരു നിങ്ങൾ കേട്ട് പരിചയമുള്ളൊരു കാര്യമാണ്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു ബലൂൺ എടുത്തു, അതിനെ വീർപ്പിച്ചിട്ട്, ഇപ്പോൾ ബലൂൺ എടുത്തു വീർപ്പിച്ചു വെച്ചോന്ന് വെച്ചോ, എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എൻഡ് അങ്ങ് വിടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എയർ ഇതിന്ന് പോവും. എയർ ഇതിന്ന് പോകുന്നത് മാത്രമേ നടക്കത്തുള്ളൂ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ എയർ ഇടുന്ന് പോകുന്ന സമയത്ത് ഈ പോകുന്ന എയർ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് മുകളിലേക്ക് ഇങ്ങനെ ഓരോ ഡയറക്ഷനിലേക്കും ഇങ്ങനെ മാറിപ്പോകും. ഓക്കെ, ഈ കേസ് നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും. ഈവൻ നിങ്ങളൊരു നല്ല ഒരു ഹോസ് പൈപ്പ് എടുത്തെന്ന് വെച്ചോ, അതിൽ നിന്ന് വെള്ളം പുറത്തോട്ട് ഭയങ്കര സ്പീഡിൽ പൊക്കുവെന്ന് വെച്ചോ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ കളിക്കുന്നതാണ്, നിങ്ങൾ ഇതിങ്ങനെ വിഗിൾ ചെയ്ത് കളിക്കുന്നതാണ്, ഇതിങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് ഇങ്ങനെ വിഗിൾ ചെയ്യും. അതിൻ്റെയൊക്കെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺസ് തേർഡ് ലോ ആണ്. അതായത് ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇനിയിപ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിച്ചോ, ഇപ്പോൾ ഇതൊരു വലിയ മനുഷ്യനാണ്, ഇതൊരു ചെറിയ മനുഷ്യനാണെന്ന് വെച്ചോ, ഇയാൾ ഇങ്ങോട്ടത്തേക്ക് ഇയാളെ പുഷ് ചെയ്തു, ചെറിയ മനുഷ്യൻ വലിയ മനുഷ്യനെ പുഷ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ഓക്കെ, ഈ വലിയ മനുഷ്യൻ കുറച്ചിങ്ങോട്ട് പുറകോട്ട് പോയാലും ഈ ചെറിയ മനുഷ്യനും കുറച്ച് പുറകോട്ട് പോകത്തില്ലേ? ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ പുഷ് ചെയ്യാനല്ല പറയുന്നത്, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പുഷ് ചെയ്താൽ തന്നെ നിങ്ങൾക്കും ആ ഒരു ബാക്ക് ഫോഴ്സ് ഫീൽ ചെയ്യും. അതായത് നിങ്ങൾ മുമ്പിലേക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും പുറകോട്ടത്തേക്ക് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇയാൾ എഫ് ഫോഴ്സ് ഇങ്ങോട്ടത്തേക്ക് എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് ഇയാൾക്കും, അതായത് ഈ പർട്ടിക്കുലർ പേഴ്സണും ഒരു ഫോഴ്സ് തിരിച്ച് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ലെറ്റ്സ് ഒരു വാളിൽ പോയിട്ട് ഒരു ഭിത്തി പോയിട്ട് ജസ്റ്റ് ഫുൾ ഫോഴ്സ് എക്സേർട്ട് ചെയ്താൽ എന്താ സംഭവിക്കും? നിങ്ങൾ അങ്ങോട്ടത്തേക്കല്ലേ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾ ആക്ച്വലി പുറകോട്ടാണ് പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഐഡിയ. അതായത് ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ തേർഡ് ലോ, ന്യൂട്ടൺസ് തേർഡ് ലോ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. സോ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഐഡിയ അല്ലേ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇത്രയും മാത്രമേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ. നമ്മളൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്താൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. ഇപ്പോൾ ലെറ്റ്സ് ഇത് F1 ആണെന്നുണ്ടെങ്കിൽ ഈ ബലൂണിന് എക്സേർട്ട് ചെയ്യാനായിട്ട് -F1 ഉണ്ടാവും. ഇയാൾ F2 ആണ് ഇങ്ങോട്ടത്തേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്കിൽ ഇയാൾക്ക് -F2 ഫീൽ ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പോൾ വലിയ സുമോ റെസ്ലേഴ്സിനെയൊക്കെ കരുതില്ല, ഭയങ്കര തടിയുള്ള മനുഷ്യന്മാരൊക്കെ. അപ്പോൾ അവരെ പോയി തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F1 ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് തിരിച്ചു വിടുന്ന ഫോഴ്സ് F1 തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളായിരിക്കും ആക്ച്വലി തിരിച്ച് വീഴുക, കാരണം അയാൾക്ക് വലിയ മാസമുള്ള മനുഷ്യനാണ്. അപ്പോൾ അയാൾ ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന അയാൾ ചിലപ്പോൾ കുറച്ചൊന്നും ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോകത്തേണ്ട, അതോ നിങ്ങൾ ചിലപ്പം പറഞ്ഞ് വീഴും ചെയ്യും. അപ്പോൾ നിങ്ങൾ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നോ അത്രയും ഫോഴ്സ് നിങ്ങൾക്ക് തിരിച്ചിടുന്നതായിരിക്കും. അതായത് ഫോഴ്സസ് ഓൾവേസ് അപ്പിയേഴ്സ് ഇൻ പെയർ, ഒരു പെയർ ആയിട്ടായിരിക്കും ഫോഴ്സ് അപ്പിയർ ചെയ്യുക. സോ ഇതൊക്കെ നിങ്ങൾ യൂഷ്വലി കാണുന്ന സിറ്റുവേഷൻസ് തന്നെയാണ് ഈ ഒരു പർട്ടിക്കുലർ കേസൊക്കെ. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ന്യൂട്ടൺസ് തേർഡ് ലോ ഉള്ളത്. ഇനി നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ 2-3 ക്വസ്റ്റ്യൻ പോലത്തെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ പറയാം. ഒരു മിനിറ്റ്, ഇതൊന്ന് ഇറേസ് ചെയ്തോട്ടെ. ഓക്കെ, സോ ഇനി നമുക്കൊരു കേസുണ്ട്. നമുക്കൊരു 5 കിലോഗ്രാം മാസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതിനെ ഞാനൊരു 10 ന്യൂട്ടൺസ് ഓഫ് ഫോഴ്സ് കൊണ്ട് പുഷ് ചെയ്തു. ഓക്കെ, സോ ഇതിൻ്റെ ആക്സിലറേഷൻ എത്രയാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഫോഴ്സ് F is equal to 10 ന്യൂട്ടൺസ്, മാസ് എന്ന് പറയുന്നത് 5 കിലോഗ്രാംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? F equal to ma ആണ്, നിങ്ങളെപ്പോഴും കണ്ടുപരിചയമുള്ള ഇത് തന്നെയാണ്. സോ A equal to ഫോഴ്സ് ബൈ മാസ്, അതെന്ന് പറയുന്നത് 10/5, അതായത് 2 meters per second square. അതായിരിക്കും ഇതിൻ്റെ ഫോഴ്സ്. അതായത് ഇത് അത്രയും സ്പീഡിൽ, ആ ഒരു റേറ്റിൽ ഇതിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കും. ഇത് 0 ആയി, പിന്നെ 2 ആയി, പിന്നെ 4 ആയി, അത്രയും മീറ്റർ പെർ സെക്കൻഡ്. ഇത് ഫോഴ്സ് എത്ര നേരം എക്സേർട്ട് ചെയ്തേക്കുന്നോ അത്രയും നേരം ഇത് കൂടിക്കൊണ്ട് ഈ ആക്സിലറേഷൻ അവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഞാൻ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതിനെ ഞാൻ ഒരു 3 കിലോഗ്രാം മാസ്സായിട്ടും ഒരു 2 കിലോഗ്രാം മാസ്സായിട്ടും ഡിവൈഡ് ചെയ്തു. അതായത് സെയിം തന്നെയാണ്. 5 കിലോഗ്രാമിനെ ഞാൻ 3 കിലോഗ്രാമോ 2 കിലോഗ്രാമോ ആക്കി മാറ്റി. ഇനി ഞാൻ ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എന്തെന്നാ? 10 ന്യൂട്ടൺസ് ആണ്. ഓക്കെ, 10 ന്യൂട്ടൺസ് ആണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റും ഇത് ഈ മാസസും ഓൾ ടുഗദർ ഒരുമിച്ച് മൂവ് ചെയ്യുന്നത് ഇതേ സ്പീഡിൽ തന്നെ ആയിരിക്കും, ഇതേ ആക്സിലറേഷൻ തന്നെ ആയിരിക്കും, നമുക്ക് ഒരു മാറ്റം ഉണ്ടാകത്തില്ല. പക്ഷെ എനിക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്താണ് ഫോഴ്സ് ഓൺ 3 കിലോഗ്രാം? 3 കിലോഗ്രാമിനകത്ത് മാത്രം എത്ര ഫോഴ്സ്, ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആൻഡ് ഈ കേസിനകത്ത് ഫ്രിക്ഷൻ ഇല്ല, ഫ്രിക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സും നമുക്ക് ഇതിനകത്ത് കൺസിഡർ ചെയ്യേണ്ട ഫോർ ദ ടൈം ബീങ്. ആകെ ഈ ഒരു ഫോഴ്സസ് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. അത് മറ്റേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടെന്നുള്ളൊരു കേസ് നിങ്ങൾ തൽക്കാലം ഇഗ്നോർ ചെയ്യുക. സോ ഏതൊക്കെ ഫോഴ്സസ് ആണ് ഉള്ളതെന്ന് നോക്കാം. ഫോർ 10 ന്യൂട്ടൺ ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുത്തു. സോ 10 ന്യൂട്ടൺ ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുത്തു. നിങ്ങൾക്ക് കാണാം ഞാൻ 3 കിലോഗ്രാമിനകത്താണ് 10 ന്യൂട്ടൺ കൊടുത്തത്. എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഈക്വൽ ടു 10/3 എന്ന് ഒരിക്കലും എഴുതുക, അത് തെറ്റാണ്. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 കിലോഗ്രാം ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഫോഴ്സ് 10 ന്യൂട്ടണ് 3 കിലോഗ്രാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ 3 കിലോഗ്രാം എന്ത് ചെയ്യും? അതിന് മുമ്പിലുള്ള 2 കിലോഗ്രാമിന് ഒരു ഫോഴ്സ് കൊടുക്കും. ഓക്കെ, അതായത് ഇതിന് ഈ 2 കിലോഗ്രാമിന് ഫോഴ്സ് കൊടുക്കും. ലെറ്റ്സ് സേ, സോ അതായത് ഫോഴ്സ് ഓൺ 2 കിലോഗ്രാം ബൈ 3 കിലോഗ്രാം എന്ന് പറയുന്നത് റൈറ്റിലേക്കാണ്. ലെറ്റ്സ് സേ ഒരു സ്മോൾ എഫ് ഫോഴ്സ് കൊടുത്തു, അതായത് ഇങ്ങോട്ടത്തേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു. അതായത് 10 ന്യൂട്ടൺസ് ഞാൻ 3 കിലോഗ്രാം എക്സെർട്ട് ചെയ്യുന്ന സമയത്ത് എഫ് എമൗണ്ട് ഓഫ് ഫോഴ്സ് 2 കിലോഗ്രാമിന് കൊടുത്തു. അപ്പോൾ തിരിച്ചപ്പോൾ എന്ത് ചെയ്യും? നമുക്കറിയാം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ മൈനസ് എഫ് എന്ന് പറയുന്നതായിരിക്കും 2 കിലോഗ്രാം 3 കിലോഗ്രാമിന് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇനി നമുക്കിനി 2 കിലോഗ്രാം എടുക്കാം. 2 കിലോഗ്രാമിനകത്ത് എഫ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തേക്കുന്നത്. എഫ് എമൗണ്ട് ഓഫ് ഫോഴ്സ് റൈറ്റിലേക്ക് കൊടുത്തു. ഓക്കെ, എഫ് എമൗണ്ട് ഓഫ് ഫോഴ്സ് റൈറ്റിലേക്ക് കൊടുത്തു. വേറെ എന്തെങ്കിലും ഫോഴ്സിനകത്തുണ്ടോ? നോക്ക്. ഇല്ലല്ലോ, വേറെ ഫോഴ്സസ് ഒന്നുമില്ല. സോ ഇത് 1 ഡയമെൻഷണൽ കേസിലാണ്. നമ്മളിപ്പോൾ ഒരു 1Dയിലുള്ള കേസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു ഡയറക്ഷനിലല്ലേ, നമ്മളിപ്പോൾ എക്സ് ആക്സിസിൽ മാത്രമാണ് എല്ലാ മോഷൻസും കൺസിഡർ ചെയ്തേക്കുന്നത്. സോ 1 ഡയമെൻഷൻ കേസിനകത്താണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഓക്കെ, സോ 2 കേസിനകത്ത് നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. സോ എന്താ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 10 ന്യൂട്ടൺസ് ഉണ്ട്, മൈനസ് എഫ് ന്യൂട്ടൺസ് ഉണ്ട്. 10 മൈനസ് എഫ് എന്ന് പറയുന്നത് എത്രയാണ്? MA ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് 3A ആണ്. സോ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു മാസ് ടൈംസ് ആക്സിലറേഷൻ. ഓക്കെ, അതാണ് ഇതിൻ്റെ ഈ ഒരു കേസിനകത്തുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തായിരിക്കും? ഇതെന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു 2A ആണ്. സോ നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്താ? ആകെ എഫ് മാത്രമേ ഉള്ളൂ, അത് ഈക്വൽ ടു 2A ആണ്. സോ നമുക്ക് ഈ 2 ഇക്വേഷൻസ് കിട്ടി. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 എന്ന് കിട്ടി. ഓക്കെ, സോ ഈ 2 കേസിനകത്ത് ഇപ്പം നിങ്ങൾ സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അത് സോൾവ് ചെയ്യാണ്. സോ 10 മൈനസ് എഫ് ഈക്വൽ ടു 3A, എഫ് ഇസ് ഈക്വൽ ടു 2A. ഓക്കെ, ഈ പർട്ടിക്കുലർ കേസിനകത്ത് നിങ്ങൾ സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഇപ്പം എനിക്കതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ കണ്ടുപിടിക്കേണ്ടതുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 10 ഈക്വൽ ടു 5A എന്ന് കിട്ടും. സോ A ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എനിക്ക് പിന്നെ തിരിച്ച് എൻ്റെ ഉത്തരം കിട്ടി. എനിക്കറിയാം ആക്സിലറേഷൻ ഇത് 2 മീറ്റർ പെർ സെക്കൻഡ്സ് ആണെന്ന്. അപ്പോൾ ഇതിൻ്റെ ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ്സ് ആണെന്നുള്ള എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ എഫ് എന്താ കണ്ടുപിടിക്കാം? എഫ് ഈക്വൽ ടു 2A എന്ന് അറിയാം. സോ 2 ഇൻറ്റു 2 അതായത് 4 ന്യൂട്ടൺസ്. ഓക്കെ, സോ 4 ന്യൂട്ടൺസ് ആണ് ഇതിനകത്തുള്ള എഫ് എന്ന് പറയുന്നത്. അതായത് 3 കിലോഗ്രാം എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് 2 കിലോഗ്രാമിൽ എക്സേർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞത് അതായത് ഈ 4 ന്യൂട്ടൺസ് ഓഫ് ഫോഴ്സ് അങ്ങോട്ടത്തേക്ക് കൊടുത്തു, അതിപ്പോൾ തിരിച്ച് ഇങ്ങോട്ടത്തേക്ക് കിട്ടി. അതായത് 10 ന്യൂട്ടണിനകത്ത് 3 കിലോഗ്രാം 2 മീറ്റർ പെർ സെക്കൻഡ്സിൽ മൂവ് ചെയ്യാൻ എടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 10 മൈനസ് 4 ആണ്, അതായത് 6 ന്യൂട്ടൺസ് ആണ്. റെസ്റ്റ് ഓഫ് ദ ഫോഴ്സ്, ബാക്കിയുള്ള 4 ന്യൂട്ടൺ യൂസ് ചെയ്തേക്കുന്നത് 2 കിലോഗ്രാമിനെ മൂവ് ചെയ്യാനാണ്. അതായത് 4 ന്യൂട്ടൺസ് 2 കിലോഗ്രാമിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇതാണ് കേസ്. സോ ഞാനിപ്പോൾ ഈ വരച്ചതാണ് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത് ഒന്നുമില്ല, ജസ്റ്റ് ഏതെല്ലാം ഫോഴ്സ് ആ മാസിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതാണ് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. ഇതേ കേസിൽ തന്നെ ഇതേ ഒരു നേച്ചറിലുള്ളൊരു എക്സാമ്പിൾ തന്നെയാണ്. സോ യാ, അതെന്ന് പറയുന്നത് ഇപ്പോൾ ലെറ്റ്സ് സേ ഞാനിപ്പോൾ ഒരു 3 കിലോഗ്രാം ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു 2 കിലോഗ്രാം ഉണ്ട്. ഇതിനെ ഞാനൊരു വയറുമായിട്ട് കണക്ട് ചെയ്തേക്കുക. എന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 10 ന്യൂട്ടൺസ് ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള കണക്ട് ചെയ്തേക്കുന്ന ഈ വയറില്ലേ, ഈ വയറിന് മാസ് ഇല്ല നിങ്ങൾ അസ്യൂം ചെയ്യുക. ഇറ്റ് ഹാസ് 0 മാസ് അല്ലെങ്കിൽ നെഗ്ലിജിബിൾ മാസ്, അത് നിങ്ങൾ അസ്യൂം ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് 10 ന്യൂട്ടൺസ് ഓഫ് ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2 കിലോഗ്രാമിനെ 10 ന്യൂട്ടൺ കൊണ്ട് വലിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ
ഇതിലേക്ക് ഇങ്ങനെ ഒരു ഫോഴ്സ് ഇങ്ങോട്ടത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കുക, ലൈക്ക് ഇങ്ങനെ ഒരു ഫോഴ്സ് 2 കിലോഗ്രാം ഇതിനെ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇതിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 കിലോഗ്രാം ഇവിടെ ഉണ്ടല്ലോ, നമുക്കറിയാം ഇത് മാസ് റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ കൂടെ ഒന്ന് വലിക്കും, മനസ്സിലായില്ലേ? അതായത് 2 കിലോഗ്രാമിനെ തിരിച്ചും വലിക്കും. അത് നിങ്ങൾ ചിന്തിക്കണം. ഒന്നുകൂടെ പറയാം, 10 ന്യൂട്ടൺസ് ആണ് ഞാൻ 2 കിലോഗ്രാമിൽ അപ്ലൈ ചെയ്തേക്കുന്നത്. സോ അപ്പോൾ എന്താ സംഭവിക്കുക, 2 കിലോഗ്രാം കണക്ട് ചെയ്തേക്കുന്നത് എന്താ, 3 കിലോഗ്രാമിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. 2 കിലോഗ്രാം ഒറ്റയ്ക്കല്ല ഉള്ളത്, അത് തമ്മിലുള്ള കണക്ഷൻ ഉണ്ട്. അപ്പോൾ 2 കിലോഗ്രാം 3 കിലോഗ്രാമിനെ വലിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ വലിക്കുന്ന ഫോഴ്സ്. ഓക്കെ, അതെന്ന് പറയുന്നത് എഫ് ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ഫോഴ്സ്, അതായത് 3 കിലോഗ്രാം 2 കിലോഗ്രാമിൽ അപ്പോൾ തിരിച്ചും ഒരു റെസിസ്റ്റൻസ് കൊടുക്കുമല്ലോ. നമ്മളെ പുറകിലൊരു സാധനം ഇട്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പുറകിലേക്ക് അത് വലിക്കാൻ നോക്കത്തില്ല. ചെറുതായിട്ട് നമ്മൾ മുമ്പോട്ട് നടക്കാൻ പോകുന്ന സമയത്ത് നമുക്കൊരു റെസിസ്റ്റിംഗ് ഫീൽ ചെയ്യത്തില്ലേ? അതാണ് ഐഡിയ. ആ ഐഡിയ നമ്മൾ യൂസ് ചെയ്യണം ഇവിടെ. അപ്പോൾ ഇത് എഫ് ആണ്. സോ നമുക്ക് നോക്കാം ഏതൊക്കെ ഫോഴ്സ് ആണ്. ഈ ഫോഴ്സിനെയാണ് നമ്മൾ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. ടെൻഷൻ, ഒരു വയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വയറിലുള്ള ടെൻഷനാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വയറിനകത്ത് മാസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ആയി. ഇപ്പോൾ വയറിൻ്റെ അകത്ത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഈ കേസിനകത്ത് നമുക്ക് നോക്കാം. 3 കിലോഗ്രാം എടുത്തു. 3 കിലോഗ്രാമിനെ ഒരു ടെൻഷൻ ടി എന്ന് പറഞ്ഞത് റൈറ്റിലേക്ക് പുൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് മാത്രമേ നമുക്കുള്ളൂ. അതായത് 2 കിലോഗ്രാം 3 കിലോഗ്രാമായിട്ട് കണക്ട് ആയതുകൊണ്ട് തന്നെ 2 കിലോഗ്രാമിനെ ഞാൻ വലിക്കുന്നുണ്ട്. അതിന് ഒരു ടെൻഷൻ ടി എന്ന് പറയുന്നത് അങ്ങോട്ടത്തേക്ക് എക്സേർട്ട് ചെയ്തു. ഇനി 2 കിലോഗ്രാം എടുത്തു. ഏതൊക്കെ ഫോഴ്സാണ് ഉള്ളത്? അപ്പോൾ നമ്മൾ 10 ന്യൂട്ടൺ കൊണ്ട് റൈറ്റിലേക്ക് വലിക്കുന്നുണ്ട്. പക്ഷേ ഈ 3 കിലോഗ്രാം ഈ വയർ വഴി കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ടി എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കണക്റ്റഡ് ആണ്, ഇത് തമ്മിൽ കണക്റ്റഡ് ആണ്. ഇതിപ്പോൾ ഒറ്റയ്ക്കല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തേക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം, ഇത് രണ്ടുമാണ് ഫ്രീ ബോഡി ഡയഗ്രാം ഈ രണ്ട് കേസിനകത്ത്. സോ ടി ഈക്വൽ ടു 3a. സോ 3a എന്ന് പറഞ്ഞാൽ എഫ് ഈക്വൽ ടു എം എ. സോ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് എന്താ ഇവിടെ, ടെൻഷനാണ്, ഈക്വൽ ടു മാസ് ഇൻ ടു ആക്സലറേഷൻ 3a. ഓക്കെ, ഇതിനകത്ത് 10 മൈനസ് ടി ഈക്വൽ ടു 2a എന്ന് കിട്ടും. 10 മൈനസ് ടി ഈക്വൽ ടു 2a എന്ന് കിട്ടി. ഇനി നമ്മൾ ഇത് കണ്ടുപിടിക്കുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആക്സലറേഷൻ എന്താ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ആഡ് ചെയ്യാം. സോ 10 മൈനസ് ടി ഈക്വൽ ടു 2a, ടി ഈക്വൽ ടു 3a. സോ ഇത് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10 ഈക്വൽ ടു 5a എന്ന് കിട്ടും. സോ a ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എഗെയിൻ നമുക്ക് ഉത്തരം സെയിം ആയിട്ട് തന്നെ കിട്ടി. ഇനി ടെൻഷൻ എന്താ കണ്ടുപിടിച്ചു? ടെൻഷൻ നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ടെൻഷൻ എന്ന് പറയുന്നത് 6 ന്യൂട്ടൺസ് ആണ്. ഓക്കെ, ടെൻഷൻ എക്സേർട്ട് ചെയ്യുന്നത് 6 ന്യൂട്ടൺസ് ആണ്. സോ അത്രയാണ് കാര്യങ്ങൾ. സോ ഇത്രയും കാര്യങ്ങൾ 1 ഡയമെൻഷനിലാണ് നമ്മൾ പറഞ്ഞത്. ഇനി 2 ഡയമെൻഷനിലേക്ക് നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും. അവിടെയാണ് നമ്മൾ അതിന് മുൻപായിട്ട് നമ്മൾ ഒരു ഐഡിയ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. അതാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സോ ഫ്രിക്ഷനും പിന്നെ 2 ഡയമെൻഷനിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ വരയ്ക്കാം, എഴുതാം, അതുപോലെ തന്നെ ഫ്രീ ബോഡി ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം, അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് 1D, അതായത് 1 ഡയമെൻഷനകത്ത് ലോസ് ഓഫ് മോഷനകത്ത് പറയാനുള്ളത്. ഓക്കെ, ഇനി 2 ഡയമെൻഷനും ഫ്രിക്ഷനും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണണം. ഓക്കെ, സോ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. സോ താങ്ക് യു.